എന്താണ് വെർട്ടിക്കൽ ERP ആപ്ലിക്കേഷൻസ്? ഇന്നലെ നമ്മൾ വെർട്ടിക്കൽ ERP ജസ്റ്റ് പറഞ്ഞപ്പോൾ ഒരു കുറയാണ്. എന്താണ്, വാട്ട് ഈസ് ഇറ്റ് ഈസ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത്. വെർട്ടിക്കൽ ERP ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത ERP ആപ്ലിക്കേഷനാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എസ്പെഷ്യലി ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലെ ഓപ്പറേഷൻസ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പേഷ്യൻ്റ് റെക്കോർഡ്സ്, അവരുടെ മെഡിക്കൽ സ്റ്റോറുമായിട്ടുള്ള ഇൻറ്റഗ്രേഷൻസ്, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻസ്, ഡിഫറെൻറ്റ് ടെസ്റ്റ് ലാബ്സുമായിട്ടുള്ള ഇൻറ്റഗ്രേഷൻസ്, ആ ഡാറ്റൻ്റെ സ്റ്റോർ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുപാട് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് അതിൽ വരും. ആ ഓപ്പറേഷൻസും അതിൻ്റെ മാനേജ്മെൻറ്റും കാര്യങ്ങളും വെർട്ടിക്കലിൽ. അപ്പം ഇങ്ങനെ അതിന് വേണ്ടി ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് വേണ്ടി ബിൽഡ് ആവുന്ന ആപ്ലിക്കേഷനാണ് വെർട്ടിക്കൽ ERP ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമലി അത് ഹോസ്പിറ്റൽസിനുണ്ടാവാം, സ്കൂൾസിന് കാണാം, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പല ഇപ്പം വർക്ക്ഷോപ്സിനൊക്കെ വെർട്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അതിന് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അതിലോട്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. എന്താണോ അതിൻ്റെ പ്രോസസ് ഫ്ലോ കാര്യങ്ങളൊക്കെ ക്വിക്കായിട്ട് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പല വെർട്ടിക്കൽസും ഒരു 10 years മുമ്പ് ബിൽഡ് ചെയ്തതാണ്. കാരണം വെർട്ടിക്കൽ എപ്പോഴും അതിൻ്റെ ഫീച്ചർ വന്ന് മെച്ചോർഡായി വരികയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പല കണ്ടിട്ടുള്ള വെർട്ടിക്കൽസ്, ഇപ്പോൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു റെൻ്റക്കാറിൻ്റെ വെർട്ടിക്കലാണെങ്കിലും ഒരു കുറേ മുമ്പ് ബിൽഡായി വന്നതാണ്. ഇപ്പോൾ കറൻ്റ്ലി ഫ്യൂ ഇയേഴ്സ് ആയിട്ട് വന്ന മാർക്കറ്റിലുള്ള ചേഞ്ച്, അതായത് ഇൻറ്റഗ്രേഷൻ പോസിബിലിറ്റീസ്, കൊളാബറേഷൻ ഇൻറ്റഗ്രേഷൻസ്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ബാങ്കിങ് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ആണെങ്കിലും അതുപോലെ തന്നെ കോംപ്ലയൻസ് GST കാര്യങ്ങളാണെങ്കിലും അതിലൊക്കെ വന്ന ക്വിക്കായ മാറ്റങ്ങളും REST API ഇൻറ്റഗ്രേഷൻ പോസിബിലിറ്റീസൊക്കെ ആ രീതിയിൽ സ്കെയിൽ ചെയ്യാൻ പഴയ ആപ്ലിക്കേഷൻസിന് പറ്റുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലാണെങ്കിൽ എന്ത് ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പറേഷനിൽ പുതിയ ഒരു ടെക്നോളജി വെച്ചിട്ട് പുതിയ ഈ കാലത്ത് കുറച്ച് എല്ലാവരും കുറച്ചുകൂടി യുണീക്നെസ് ആയിട്ടാണ് നീങ്ങുന്നത്. അപ്പം ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കസ്റ്റമൈസേഷൻ ഫ്ലെക്സിബിലിറ്റിയും ലാക്കായിരിക്കും ഈ വെർട്ടിക്കലി ബിൽഡ് ചെയ്ത ഐറ്റംസിന്. അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയുന്നത്. പക്ഷേ ഇപ്പോൾ സോഹോ ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിക്ക് പറ്റിയൊരു വെർട്ടിക്കൽ റിലീസ് ചെയ്തിട്ടുണ്ട്, സോഹോ ഫോർ ഹോസ്പിറ്റൽ മെഡിക്കൽ ആ ഒരു ഫീൽഡിന് വേണ്ടിയിട്ട്. അപ്പം മേ ബി അത് ന്യൂ ജെൻ വെർട്ടിക്കലാണ്, അപ്പോൾ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇനി വരാൻ പോകുന്ന വെർട്ടിക്കൽസിലൊക്കെ ആപ്ലിക്കേഷൻ പുതിയ REST API അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ അത് ഒന്നും കൂടി ഈസി അഡോപ്ഷൻ എളുപ്പമായിരിക്കും. SME സെക്ടറിനൊക്കെ വളരെ യൂസ്ഫുൾ ആവാനാണ് ചാൻസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്താ വെർട്ടിക്കൽ ERP ആപ്ലിക്കേഷൻ. താങ്ക് യു.